ഹലോ ഗായ്സ് അല്ലേക്ക് നമ്മളെ പുതിയ വീട്ടിൽ വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നൊന്നിരിക്കുന്നത് നമ്മുടെ വീണ്ടും ഒരു അതിവിദഗ്ധമായ കോൾ വന്നിട്ടുണ്ട്. എന്താണെന്നും അല്ലേ, നമ്മുടെ ഫ്രണ്ട് പറഞ്ഞാണ് ഒരു ബിൽഡിങ്ങിൻ്റെ വലിയ ബിൽഡിങ്ങിന് മുകളിലൊരു ഹെലികോപ്റ്റർ ഉണ്ട് ഗൈസ്. അത് ഗൈസ് ഹെലികോപ്റ്റർ അത് നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കണം ഗൈസ്. ഹെലികോപ്റ്റർ എടുത്ത് നമുക്ക് മോഷ്ടിക്കണം ഗൈസ്. അങ്ങനെ തന്നെ ഗൈസ്, നമുക്ക് ആ ഹെലികോപ്റ്റർ എടുക്കണം. അപ്പോൾ ബിൽഡിംഗ് ഒക്കെ എവിടെ നിൽക്കാൻ ലൊക്കേഷൻ ഞാൻ വിട്ടു നോക്കണം. നമ്മൾ ഏകദേശം കുറച്ചൊന്ന് പോയാൽ മതി. അപ്പോൾ ഇതിന് മുതൽ ചാനൽ ആദ്യം കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ഒക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പം നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് നിങ്ങൾക്ക് പോകാം. അപ്പം നമുക്ക് ഈ വണ്ടി നിങ്ങൾക്ക് അറിയാലോ, ഈ രണ്ട് വണ്ടിയാണ്. ഇത് നമ്മൾ ഫസ്റ്റ് മോഷിച്ചത്, ഇത് രണ്ടാമത്തെ മോഷിച്ചത്. ഏതാല്ലേ രണ്ട് ഐറ്റം ഗൈസ്. നമുക്ക് ഏതായാലും ഞങ്ങൾക്ക് ഹെലികോപ്റ്റർ എടുക്കാൻ പോകണം. നമുക്ക് നമ്മളെ ബൈക്ക് എടുത്ത് പോവാം ഗൈസ്. നമുക്ക് ഹെലികോപ്റ്റർ എടുക്കാൻ നമുക്ക് ഇനി എടുത്തോണ്ട് പോകാനുള്ള ബൈക്ക് ഒരു സ്ഥലത്ത് എടുത്തിട്ട് പോകാം ഗൈസ്. അതായത് നമുക്ക് നേരെ ബൈക്ക് എടുത്ത് പോകാം. ഹെലികോപ്റ്റർ എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത് ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് ഹെലികോപ്റ്റർ എടുക്കാൻ നേരം നമ്മുടെ നാഷണൽ വരുന്നതൊക്കെ ചെറുതായിട്ടും ഡ്രിഫ്റ്റ് ചെയ്താണ്. ഡ്രിഫ്റ്റ് ചെയ്ത് തന്നെ ഓർമ്മ ഉള്ളു. പിന്നെ ഇവിടെ നരകി, ഇവിടെ മൂക്കുത്തി, ഇതെന്തോടെ ബ്ലഡ് സിസ്റ്റം ടെസ്റ്റ് ചെയ്യാൻ വച്ച ബ്ലഡാന്ന് നീരാവട്ടെ. ഇതാണ് നമ്മൾ പറഞ്ഞ ആ വലിയ ബിൽഡിങ്. യെസ്, നമ്മുടെ ലോസ് ആഞ്ചലസ് സിറ്റിയിലെ വലിയ ബിൽഡിങ്. ഓക്കെ, അതിൽ ഈ വണ്ടി ഇവിടെ ഇതിന് പാർക്ക് ചെയ്യാം. കറക്റ്റ് പ്ലേസ് ആയിട്ട് പാർക്ക് ചെയ്യാൻ യെസ്. നമുക്ക് കാറും പാർക്ക് ചെയ്യാം. ഓക്കെ, അതിൽ നമുക്ക് നേരെ വണ്ടി എടുക്കാൻ പോകട്ടോ. നമുക്ക് ഈ ഇവിടെ ഒരു ഓക്കെ ഇവിടെ നമുക്ക് ഇവിടെ കയറിയിട്ട് നമുക്ക് നന്ന മുകളിലായിട്ട് പോയിട്ട് വണ്ടി എടുക്കുക. ഇതാണ് നമ്മൾ പറഞ്ഞ ഹെലികോപ്റ്റർ. നിങ്ങൾക്ക് ഈ ഹെലികോപ്റ്ററും ഇതിൻ്റെ കളറും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഹെലികോപ്റ്ററിലൊന്ന് കയറി ട്രൈ ചെയ്ത് നോക്കാം. നമ്മളോരോ അതിസാഹസികമായി ബാക്കിൽ കുത്തുന്നിട്ടുണ്ട്. നമുക്ക് അതിന് വണ്ടി ചാട്ടാക്കാം ഗായ്സ്. ഞാൻ വീണ്ടും അപ്പുറത്ത് കുത്തുന്നു ഗൈസ്. എനിക്ക് ഇപ്പുറത്തോട്ടാണ് കൊടുക്കേണ്ടത് ഗൈസ്. യാസ്, നമുക്ക് നമ്മളെ വണ്ടി ചാട്ടയ്ക്ക് ശേഷം നമ്മളെ വീട്ടിലോട്ട് കൊണ്ട് ലാൻഡ് ചെയ്യണം. എവിടെയെങ്കിലും കൊണ്ട് ലാൻഡ് ചെയ്താൽ പറ്റില്ല. ഗൈസ് ഏതായാലും വല്ല ഇങ്ങനെ കൊണ്ടുപോയി നമ്മളുടെ വീടിൻ്റെ ഏകദേശം ചെറിയൊരു പക്കത്തൊരു വണ്ടി കിടക്കണം. നമ്മളെ വീട് പറഞ്ഞാൽ നമുക്ക് ഏതായാലും ഇപ്പോൾ റൗണ്ടൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വരാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ ഇത് റൗണ്ട് അടിച്ച് കൊണ്ടുപോയാൽ പോലീസ് ഇന്ന റൗണ്ട് അടുപ്പിച്ചു. നമുക്ക് ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്യാം. നമുക്കിതിന് മേലോട്ട് കയറാനുള്ള സിമ്പിളായിരിക്കും. ഇവിടെ നമ്മൾ പാർക്കുന്നത് വലിയ അറിയണം. നമുക്ക് ഇനി ഏകദേശം ഹെലികോപ്റ്ററിൻ്റെ കളറൊക്കെ മാറ്റണം, എന്നാലും നമുക്കിത് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പണി വാളും. എൻ്റെ മോനെ സീനല്ലേ വണ്ടി എഞ്ചിൻ നിൽക്കണമെന്ന് ഞാൻ വെച്ചാൽ വേറെ പ്ലെയിൻ മേലെ കൂടെ പോകേണ്ടതാണ്. നമ്മുടെ ഹെലികോപ്റ്റർ അതിസാഹസികമായി മോഷ്ടിച്ചതിനാൽ നമ്മളുടെ ബൈക്കിന് എങ്ങനെ കൊണ്ടുവരും? നമുക്ക് നേരെ ബൈക്ക് എടുക്കാമെന്ന് പോകണം. എൻ്റെ പൊന്നു ഒന്നും പറ്റില്ല. ചെറുതായിട്ട് നീ കോണിക്ക് കഴിക്കാതെ അപ്പുറത്തൊക്കെ നമുക്ക് ഹെലികോപ്റ്റർ എടുക്കാൻ നമുക്ക് സീനുള്ളതല്ല. നമുക്ക് അതിന് നമ്മളെ ബൈക്ക് എടുക്കാൻ പോകണം. ബൈക്കില്ലാത്ത കളിയില്ല ഗൈസ്. നമ്മൾ പോകേണ്ട കേട്ടോ. പെട്ടെന്നൊരു അടിപൊളി മഴ പെയ്തത്. ഏതായാലും നമ്മുടെ കുടയോ നമ്മളെ കയ്യിലുണ്ടായിരുന്നില്ല. കുട ഇവിടെ കുട ഒന്ന് തപ്പി നോക്കട്ടെ. കുട കിട്ടി ഗൈസ്. ഇല്ല, നമുക്ക് ഇനി കുട ഇട്ട് പോകാം. അതിൻ്റെ മുമ്പ് നമ്മളൊരു കാര്യം പറയാൻ വന്നിട്ടുണ്ട്. നമ്മളെ വണ്ടി ആർട്സൊക്കെ എടുത്ത് നമ്മളൊന്ന് ഫുൾ സെറ്റപ്പ് ആയിട്ടുണ്ട്. പറഞ്ഞാൽ നമ്മളെ വണ്ടി ഫുൾ ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ നമ്മൾ ഫുള്ള് അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫുള്ള് പഠിച്ചിട്ടുണ്ട്. നമുക്കിനി നൈസിലൊക്കെ ഡ്രിഫ്റ്റ് ഒക്കെ മണ്ട നമ്മൾ കുട പിടിച്ച് കണ്ടാൽ കഴിച്ചില്ല. നമുക്ക് വേഗം മണ്ട് നമ്മുടെ ആർട്സ് എടുക്കാൻ പോകണം. നമ്മുടെ വണ്ടി എവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടി കിടക്കാം. ഏത് നല്ല മഴ ഉണ്ട് കേസ്. നമ്മൾ വണ്ടിയൊക്കെ ചാട്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ ഗെയിമിൻ്റെ പേരെന്താണെന്ന് ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. അതിന് നിന്നിട്ടില്ല. നമുക്ക് അത് കത്തിച്ചാണ്ട് വിടാം. ഓ ഗായ്സ്, ആ വണ്ടി നമ്മുടെ ഇടിച്ചു ഗായ്സ്. ഗായ്സ് നമ്മളാ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു ഗായ്സ്. നമ്മുടെ ബൈക്ക്
എന്തായി നമ്മൾ ചത്ത് സെറ്റടിക്ക് നമുക്കേത് നമുക്ക് കാർ എടുത്തൊന്ന് പോയൊക്കെ നമ്മളുടെ ബൈക്കിൻ്റെ കാര്യത്തിൽ എന്തായിന്ന് നമ്മളിപ്പോൾ അത് വണ്ടി എടുത്തിട്ടുണ്ട് നമുക്ക് പോയൊക്കെ നമ്മളെ ബൈക്ക് ജീവനോടെ ഉണ്ടോയെന്ന് ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി വർക്ക്ഷോപ്പ് കൊടുത്ത് നന്നാക്കേണ്ടത് തന്നെ വരും നമുക്ക് നേരെ പോയോക്കെ ഞാൻ വണ്ടി ഒന്ന് തിരിക്കാൻ നിൽക്കായിരുന്നു അതിൻ്റെ അടി കൂടെ ആ വണ്ടി അത് വേഗതയിൽ വന്നു അങ്ങനെ പോകുന്നവരെ പെട്ടിരിക്കണം വണ്ടി ഇവിടെ ഒരു പൊടി പോലും കാണാം അവിടെയാണ് ഇതാണ് നമ്മുടെ പൊങ്ങാസനം നമ്മുടെ വണ്ടിയുടെ കോലം കണ്ട് നമ്മുടെ ആഗ്രഹിച്ചെടുത്ത വണ്ടിയായിരുന്നു വണ്ടിയുടെ ഊപ്പാടിളകി വണ്ടിയുടെ കഥ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യും ഇനിയിപ്പോൾ വണ്ടിയൊക്കെ ഞാൻ കഷ്ടപ്പെട്ടെടുത്ത വണ്ടി ഇനിയിപ്പോൾ ഞാൻ ഈ വണ്ടിയാണ് എന്താ ചെയ്യും വണ്ടി നന്നാക്കാം ഞാൻ അതേ പറ്റുള്ളൂ അടുത്ത വീട്ടിൽ ഞാൻ ഈ വണ്ടി നന്നാക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലത്തെ അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും കേട്ടോ നന്നാക്കുന്നത് ഇപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ